കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദനായിരിക്കുക, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചിലർ ഒരു വലിയ യുദ്ധത്തിൻ്റെ ഇടയിലാണ്. പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രതികരിച്ച് പോകുന്ന രീതിയിലുള്ള ചില വല്ലാത്ത സങ്കടങ്ങളുടെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. എന്നാൽ ദൈവമക്കളെ, നിങ്ങൾ ആരോടും പറയാത്ത ഒരു ഭാരം ഇപ്പോൾ ചുമക്കുകയാണ് എങ്കിൽ, പ്രാർത്ഥിച്ച് കരഞ്ഞിട്ട് പലരോടും വിശദീകരിച്ചിട്ട് തെളിയിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നിനും മാറ്റമില്ലാതെ എല്ലാം പഴയപടി തന്നെ തുടരുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ, ഇന്ന് ദൈവം നിങ്ങൾക്കൊരു പുതിയ ആയുധം കൈമാറുകയാണ്. നീ നിശബ്ദനായിരിക്കുക. ഇത് തോറ്റവൻ്റെ നിശബ്ദതയല്ല, ഇതൊരു ദൈവ പൈതലിൻ്റെ അതിതീവ്രമായ ആത്മീക ആയുധമായ നിശബ്ദതയാണ്. ഇന്നത്തെ പ്രവചനദൂത് നിസ്സാരമല്ല. നിശബ്ദത 10,000 വാക്കുകളേക്കാൾ, ഒരു മുഴുവൻ സൈന്യത്തിൻ്റെയും ആക്രോശങ്ങളേക്കാൾ ഒരു ദൈവ പൈതലിൻ്റെ നിശബ്ദത പവർഫുള്ളാണ് എന്ന് പരിശുദ്ധാത്മാവ് തെളിയിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന് ക്ലിപ്പിട്ടാൽ ഇന്ന് ചില കാര്യങ്ങൾ നടക്കും, ഇന്ന് പകല് തന്നെ. പ്രാർത്ഥനയോടെ ഞാൻ വിളിക്കട്ടെ ഇന്നത്തെ ദൂത് കേൾക്കാൻ. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. വിശുദ്ധ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-7 സങ്കീർത്തനത്തിൽ 7-ാമത്തെ വാക്യം. എല്ലാവർക്കും അത് ബൈഹാർട്ട് ആണല്ലോ. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കർത്താവിൽ റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് ഇൻ ദ ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം നിശബ്ദനായിരിക്കാൻ ഇന്ന് രാവിലെ നമ്മളോട് പറയുന്നത്? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ദൈവ പൈതലേ, ചില യുദ്ധങ്ങൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയുകയില്ല. നമ്മുടെ മുൻപിൽ നമ്മൾക്ക് തോന്നും, ഞാനിപ്പോൾ 2 പറഞ്ഞാൽ അതങ്ങ് ഇല്ല. ചില യുദ്ധങ്ങൾ നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല ജയം ദൈവം അതിനകത്ത് നിർണയിച്ചു വെച്ചിരിക്കുന്നത്. ചില പ്രശ്നങ്ങൾ നമ്മുടെ കഴിവുകൾ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതല്ല. എത്ര സാമർഥ്യശാലിക്കും തൻ്റെ കഴിവുകൾ കൊണ്ട് പരിഹരിക്കാൻ വയ്യാത്ത ചില ചലഞ്ചുകളിലൂടെ അവൻ കടന്നു പോകും. ചില ആളുകൾ നമ്മുടെ വിശദീകരണങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റാൻ ശ്രമിച്ചെന്ന് വന്നാലും, നമ്മൾ എന്തെല്ലാം പറഞ്ഞു നോക്കിയാലും ചിലർ മാറുകയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിനേ കഴിയുള്ളൂ. എന്നാൽ ഓർക്കുക, മോശ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ജനങ്ങളെല്ലാം നിലവിളിച്ചു. മുൻപിൽ കടലാണ്, പിൻപിൽ വലിയൊരു സൈന്യമാണ്, ഇരുവശവും ഓടിയാൽ ജയിക്കാൻ കഴിയാത്ത നിലയിലുള്ളതായ പ്രകൃതിയുടെ പരിമിതികളേറെയുള്ളതായ ഭൂപ്രകൃതിയാണ്. അപ്പോൾ ദൈവം മോശയോടൊരു വാക്ക് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ആ വാക്കൊന്ന് പറഞ്ഞപ്പോൾ ഈ വചനം എൻ്റെ ഉള്ളിൽ പിന്നെയും സ്ട്രൈക്ക് ചെയ്തിരുന്നു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, ഒരു അഭിഷക്തൻ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് തൻ്റെ സമൂഹത്തിന് കൈമാറുകയാണ്. ഈ വലിയ വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ വാ തുറക്കരുത്, നിങ്ങൾ മിണ്ടാതിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ദൈവം യുദ്ധം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിന്റെ വാ കൊണ്ട് നീ കൂടുതൽ അതിനകത്ത് കൂട്ടിച്ചേർക്കാൻ പോയേക്കരുത്, മിണ്ടാതിരുന്നാൽ മതി. ദൈവം ആദ്യം കടലിൽ പിളർത്തിയില്ല, ആദ്യം ജനങ്ങളുടെ വായടച്ചു. ദൈവം ചിലത് തുറക്കുന്നതിന് മുമ്പ് ദൈവം നമ്മുടെ വായ അടയ്ക്കും. ഇത് ദൈവത്തിൻ്റെ നിയമമാണ്. കാരണം എന്തുകൊണ്ടാണ് ചിലത് തുറക്കുന്നതിന് മുൻപ് ദൈവം നമ്മുടെ വായെ അടയ്ക്കുന്നത്? അതിനൊരു റീസൺ ഉണ്ട്. ദൈവം യെരിഹോ മതിലിനെ യോശുവയുടെ കാലത്ത് തകർക്കുവാൻ പ്ലാൻ ചെയ്യുമ്പോഴും ദൈവജനത്തോട് ദൈവം പറഞ്ഞത് 6 ദിവസം സൈലന്റ് ആയിട്ടിരുന്നോണം, മ്യൂട്ട് ചെയ്ത അതരങ്ങളുമായിട്ട് അതിൻ്റെ ചുറ്റും നടന്നോണം, മൗനജാഥ നടത്തുക, ഒരു മുദ്രാവാക്യവും വിളിച്ചേക്കരുത്, ഒരു ശബ്ദവും ഉണ്ടാകരുത്, അവിടുന്ന് പറയുമ്പോൾ മാത്രം വായി തുറക്കുക. ഇതാണ് ദൈവത്തിൻ്റെ റൂള്. ദൈവം ചിലത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ദൈവം നമ്മളോട് സൈലന്റ് ആകാൻ പറയും. ആമേൻ. കാരണം എന്തുകൊണ്ട് ദൈവം ഒരു മനുഷ്യനോട് സൈലന്റ് ആകാൻ പറയുന്നു? ഭയത്തിൻ്റെ ശബ്ദം വിശ്വാസത്തിൻ്റെ ശബ്ദത്തെ പലപ്പോഴും മൂടിക്കളയും. നമ്മുടെ അകത്തൊരു ദൈവപ്രവൃത്തിയുടെ തൊട്ടരികത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന പേടിയുടെ ആകുലതകളുടെ സൗണ്ട് നമ്മുടെ അകത്ത് ഉയർന്നു വരുന്ന വിശ്വാസത്തിൻ്റെ വോയിസിനെ കവർ ചെയ്യാൻ ശ്രമിക്കും. ഇത് ദൈവത്തിന് ഇഷ്ടമല്ല.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. നമ്മളെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഇടം കുറയുകയാണ്. ചിലപ്പോൾ കർത്താവ് പറയും, ഇനി നീ സംസാരിക്കണ്ട, ഇനി നീ ഓടണ്ട, ഇനി നീ പ്രതികാരം ചെയ്യണ്ട, നീ എൻ്റെ കൈകളിൽ വിശ്രമിക്കൂ കുഞ്ഞേ. എന്നോട് കർത്താവ് അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ. മോനെ ക്രിസ്റ്റി, നീ എൻ്റെ കരങ്ങളിൽ, എൻ്റെ സാന്നിധ്യത്തിൽ താണിരിക്കുക. ഞാൻ അതൊക്കെയും പഞ്ചപുച്ഛമടച്ച് അനുസരിച്ചൊരു ദൈവദാസനാണ്. ആമേൻ. നീ ഉയരില്ല എന്നും നിനക്കിനൊരു ഭാവി ഉണ്ടാകില്ല എന്നും പറയുന്ന മനുഷ്യർ കാണും. പക്ഷെ നീ വചനത്തെ ഒബേ ചെയ്യുന്നയാളാണോ? പ്രതികരിക്കേണ്ട ചില നേരങ്ങളിൽ ദൈവം നിന്നോട് നിർദ്ദേശിച്ചതിൻ്റെ പേരിൽ നീ അതരം പൂട്ടിയ ആളാണോ? സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട് ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കുന്ന, ശബ്ദിക്കുന്ന കാഴ്ച നിനക്ക് കാണാൻ കഴിയും. വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറഞ്ഞേ മതിയാകുകയുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, പഴയ നിയമത്തിലെ സുവിശേഷകനായ യെശയ്യാവിൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ആ വചനം ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. എന്താ ഒരു വചനമായത്! ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനം തിരിഞ്ഞ് നിങ്ങൾ അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം അടിവരയിട്ട് നെഞ്ചിൽ ശേഖരിച്ച് വെച്ചോണം: വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. വിശ്രമവും ആശ്രയവുമാണ് നിങ്ങളുടെ ബലം. നമ്മുടെ ബലം ആയുധങ്ങളല്ല. സെഖരിയ പ്രവാചകനിലൂടെ ദൈവം അത് പിന്നെയും ആവർത്തിക്കുന്നുണ്ട്: ഇത് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. ആമേൻ. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്ന കാര്യം: നീ മിണ്ടാതിരിക്കുക, നീ അടങ്ങിയിരിക്കുക, നീ രക്ഷപ്പെടും. വിശ്രമിക്കുന്നതും ആശ്രയിക്കുന്നതുമാണ് നിന്റെ ബലം. ആമേൻ. നമ്മൾ കരുതുന്നത് നമ്മളുടെ ശക്തി നമ്മൾ ഓടുന്നതാണെന്നാണ്. പക്ഷെ ദൈവം പറയുന്നു, ശാന്തതയിലാണ് നിന്റെ ശക്തി. ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ മഴക്കാലമാണ് കേരളത്തിൽ. അപ്പോൾ രാത്രിയിലൊരു ഇടിമുഴക്കമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു കൊച്ചു കുഞ്ഞ് രാത്രിയിലൊരു ഇടിമിന്നൽ കേട്ടാൽ എന്ത് ചെയ്യും? ഇടിമുഴക്കം കേട്ടാൽ എന്നാ ചെയ്യും? അവൻ പെട്ടെന്ന് കതകു തുറന്ന് പുറത്തോട്ട് ഓടി ഇടിമിന്നലിന് നേരെ പോരാടാൻ പോവോ? ഇല്ല. അവൻ എന്ത് ചെയ്യും? അവൻ്റെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ഓടും. ഇടിമുഴക്കം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മിന്നൽ വരുമ്പോൾ എൻ്റെ മക്കൾ ചെയ്യുന്നത് ഓടി വന്ന് എല്ലാവരും കൂടെ എൻ്റെ നെഞ്ചിലോട്ട് കയറുകയാണ്. ഞാൻ എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ഇവിടെ ഇടിമിന്നൽ നിന്നതുകൊണ്ടോ ഇടിമുഴക്കം നിന്നതുകൊണ്ടോ അല്ല കുഞ്ഞിന് സമാധാനം ലഭിക്കുന്നത്. പിന്നെ എന്താണ്? പപ്പ കൂടെയുണ്ട്, അവരുടെ അപ്പൻ കൂടെയുണ്ടെന്നുള്ളതായ ബോധ്യമാണ് അവർക്ക് സമാധാനം നൽകുന്നത്. ഇതുപോലെയാണ് ദൈവവും. അവൻ എല്ലായ്പ്പോഴും ആദ്യം കൊടുങ്കാറ്റ് മാറ്റില്ല, പക്ഷേ കൊടുങ്കാറ്റിൻ്റെ ഇടയിൽ നിങ്ങളെ അവൻ ചേർത്ത് പിടിക്കും. ഒരാമേൻ പറയണം. കൊടുങ്കാറ്റുകൾ മാറുന്നതിന് മുൻപ് എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് പിടിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പിന്നീടാണ് അവൻ എന്നെ പാറമേൽ ഉയർത്തുന്നത്. ആമേൻ. ദൈവം നിന്നെ ഉയർത്തുന്നതിന് മുൻപ്, ദൈവം നിന്നെ അവസ്ഥ മാറ്റി മാനിക്കുന്നതിന് മുമ്പ്, ദൈവ പൈതലേ, കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ചുമ്മാ കലപില പറയണ്ട. കരയുന്ന കുഞ്ഞിനെ അപ്പൻ എടുത്താൽ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നത് പോലെ, ആമേൻ, കർത്താവ് നമ്മളെ എടുക്കുന്ന നേരത്ത് നമ്മളങ്ങ് ക്വയറ്റ് ആയേക്കണം, സൈലൻ്റ് ആയേക്കണം. കർത്താവ് വിഷയങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അതിനകത്ത് ഡയലോഗ് അടിക്കേണ്ട കാര്യമില്ല. സൈലൻ്റ് ആയിട്ട് തന്നെ നിൽക്കുക. 46-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യം നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുള്ളതാണ്: മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിവീൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. ആമേൻ. മിണ്ടാതെ ഇരിക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക. ഞാൻ ദൈവമെന്ന് നീ അറിയുക.
ഈ വചനത്തിൽ കർത്താവ് പറയുന്നത്, നിന്റെ പേടി നീ നിർത്ത്, നിന്റെ അമിതമായ ചിന്ത നീ നിർത്ത്, തന്നെത്താനുള്ള പ്രതിരോധം നിർത്ത്. ഞാൻ ഇപ്പോഴും നിന്റെ ദൈവമാണ്. അവർ അതും ഇതും പറയുമ്പോഴും ഞാനാണ് നിന്റെ ദൈവം. അവർ നിനക്ക് നേരെ ദോഷങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ തന്നെയാണ് നിന്റെ ദൈവം. അവർ നിന്നെക്കുറിച്ച് വേണ്ടാത്തതെല്ലാം ഉണ്ടാക്കുകയും നിന്നെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുമ്പോഴും ഞാൻ തന്നെയാണ് നിന്റെ അപ്പൻ, ഞാൻ തന്നെയാണ് നിന്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിലെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലായിരിക്കാം. കർത്താവേ, ഇതെന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ട് ദൈവമേ വൈകുന്നു? എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടിയില്ല? ഓർക്കുക, ദൈവത്തിൻ്റെ നിശബ്ദത, ദൈവത്തിൻ്റെ മൗനം അതൊരിക്കലും അവൻ്റെ അസാന്നിധ്യമല്ല. അവനൊന്നും ചെയ്യാത്തതുപോലെ തോന്നുന്ന സമയത്താണ് പലപ്പോഴും അവിടുന്ന് ആഴത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരു വിത്ത് മണ്ണിനിടയിൽ നിശബ്ദമായിരിക്കും. പലരും പറയും അത് അഴുകിപ്പോയി, ഇനി കിളുക്കുകയില്ല. പക്ഷേ ഏറ്റവും ശക്തമായൊരു നൂറ്റാണ്ടിന് തണലേകുന്ന പ്രവൃത്തി ആ മണ്ണിൻ്റെ കീഴിൽ നടക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, ഒരു നൂറ്റാണ്ടിന് മുഴുവൻ തണലേകുന്ന ഒരു പ്രവൃത്തി അഴുകിപ്പോയി എന്ന് പറയുന്ന മണ്ണിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിന്റെ ജീവിതത്തിൻ്റെ അകത്തും ഇപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വലിയൊരു പ്രവർത്തനം നടക്കുന്നു. വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് റോമാലേഖനം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂട്ടി വ്യാപരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് നിങ്ങൾ കാണുന്നത് കേവലം ഒരു അധ്യായം മാത്രമാണ്. ദൈവം കാണുന്നത് മുഴുവൻ പുസ്തകവുമാണ്. അതുകൊണ്ട് അവൻ ഒരിക്കലും പരിഭ്രമിക്കുകയില്ല. ഇന്ന് നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ വചനം കൂടെ നീ കേൾക്കുക. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, ആമേൻ, 20-ാം അധ്യായത്തിൻ്റെ 15 മുതൽ താഴോട്ടുള്ള വചനങ്ങൾ ശക്തമായിട്ടൊന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ വരുന്നത്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം, അതിൻ്റെ 15 മുതലുള്ളതായ വാക്യങ്ങൾ. എനിക്കിത് മുഴുവനും വായിക്കാനുള്ളതായ സമയമില്ല. അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അതിൻ്റെ ബി പാർട്ടാണ്. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ആമേൻ. ഇനി അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പടയിൽ പൊരുതേണ്ട കാര്യം നിങ്ങൾക്കില്ല. അതായത് ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദായും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. പിന്നെയും പറയുന്നു, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ. യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ. യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ഇനി അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. എൻ്റെ വാക്ക് കേൾക്കുക, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഉറച്ചു നിൽക്കും. 24-ാം വാക്യം വായിക്കുമ്പോൾ, യഹൂദിയർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി, അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു, ഒരുത്തനും ചാടിപ്പോയിരുന്നില്ല. ഈ യുദ്ധത്തിൽ നിങ്ങൾ പോരാടേണ്ടതില്ല. നിങ്ങൾ ജസ്റ്റ് നിലകൊണ്ടാൽ മാത്രം മതി, യഹോവയുടെ രക്ഷ കാണും. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ബാങ്കിൽ നിന്ന് ഇത് അവസാനത്തെ ദിവസങ്ങളാണെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇനി രക്ഷയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഒരു ചാൻസ് തരത്തില്ലെന്ന് സ്ഥാപനം പറഞ്ഞിരിക്കുന്നു. പക്ഷേ ചില യുദ്ധങ്ങൾ നമ്മുടെ കൈകൾ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൈകൾ കൊണ്ടാണ് അവസാനിക്കുന്നത്. ഗ്ലോറി ടു ജീസസ്. ചില യുദ്ധങ്ങൾ നമ്മുടെ കൈകളാലല്ല, ദൈവത്തിൻ്റെ കൈകളാലാണ് അവസാനിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ചില നോ പറഞ്ഞിരിക്കുന്ന, ഇനിയൊരു ചാൻസ് പോലും തരത്തില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങളെ ദൈവം കൺക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഇടപാടുകൾ കൊണ്ടാണ്. ആമേൻ. ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ ഉറക്കമില്ലാത്ത രാത്രികളെ ഞാൻ അറിയുന്നു, നിനക്കെതിരെ പലരും പറഞ്ഞ ഓരോ വാക്കും ഞാൻ കേട്ടിട്ടുണ്ട്. രാവിലെ കുഞ്ഞെ, ഞാൻ നിനക്കായി പ്രവർത്തിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയില്ലെങ്കിലും, നിന്റെ എല്ലാ വിധത്തിലുള്ളതായ പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിലും അവസാനിച്ചിട്ടില്ലെങ്കിലും, ഒരു കാര്യം നിന്നോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. നീ നിശബ്ദനായിരിക്കുമ്പോഴും അവിടുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നീ കാത്തിരിക്കുന്ന ഈ നേരത്തും ദൈവം നിനക്ക് വേണ്ടി വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ കണ്ണ് നിറഞ്ഞ് നീ എൻ്റെ ഈ വാക്കുകളെ കേൾക്കുമ്പോഴും നിന്റെ ഭാവി അവൻ മറുവശത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വാചകം മാത്രം ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം മനസ്സിലാകണമെന്നില്ല, എന്താണ് നടക്കുന്നതെന്നൊന്നും നമുക്കറിയില്ലായിരിക്കാം. പക്ഷേ
ഒന്ന് ഞാൻ അറിയുന്നു, എന്നെ കൈവിടാത്തൊരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്നെ കൈവിടാത്തത് കൊണ്ട് യഹോവയുടെ സന്നിധിയിൽ നിശബ്ദനായിരിക്കുക, അവന് വേണ്ടി കാത്തിരിക്കുക. അവിടുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സഖരിയാവിൻ്റെ ജീവിതത്തിൽ ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ കുറേ അവിശ്വാസത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് നീ വിശ്വസിക്കായ കൊണ്ട് ഇത് സംഭവിക്കുന്ന നാൾ വരെ നീ ഊമനായിരിക്കും. അതായത് ഒരു ദൈവപ്രവൃത്തി നടക്കുന്നു, പക്ഷെ ദൈവം ഊമനാക്കി വെക്കുകയാണ് സഖരിയാവിനെ. ഞാൻ നിങ്ങൾക്കൊരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ദൈവം നമ്മുടെ ഒരു വാക്കുപോലും ദൈവത്തിന് ആവശ്യമില്ല. താൻ പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിയിലെത്തിക്കുവാൻ ദൈവത്തിന് നമ്മുടെ ഒരു വാക്കുപോലും വേണ്ട. നമ്മുടെ ഒരു വിധത്തിലുള്ള അധ്വാനവും അവന് വേണ്ട. ദൈവത്തിന് വേണ്ടത് സ്വസ്ഥമായിരിക്കുന്ന നമ്മളെ മാത്രമാണ്. ഒന്ന് പറഞ്ഞേ, സ്വസ്ഥമായിരിക്കുന്ന എന്നെ മാത്രം മതി, ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. ഞങ്ങളുടെ ദൈവമേ, സ്നേഹം നിറഞ്ഞ സ്വർഗീയ നല്ല പിതാവേ, എന്തൊരു സമാധാനം, എത്രയോ വലിയ ആശ്വാസമാണ് ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയത്. ഈ തിരുവെഴുത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്ന അങ്ങയുടെ പൊന്നുവാക്കുകളെ ഞങ്ങൾ നന്ദിയോടെ സ്വീകരിച്ച് അങ്ങേക്ക് സ്തോത്രം പറയുന്നു. അങ്ങയുടെ മക്കളെല്ലാവരും ഏറിയ കൃപകളാൽ നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെടട്ടെ. സമസ്ത നന്മകളാലും ഇവരെ നിറയ്ക്കണം. ഇവരുടെ ജീവിതത്തിന് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ. തിരുസന്നിധി സ്വൈര്യമായിരിക്കുന്നതിനാൽ ഇവർക്കുണ്ടാകാൻ പോകുന്ന വലിയ വിടുതലുകൾ ഇവർ കാണാൻ പോകുകയാൽ സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന ശനിയാഴ്ച ഒരു ഡെലിവറൻസ് സ്പെഷ്യൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ മുൻകൂർ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മൾ പ്രവേശനം നൽകുന്നത്. കാരണം ഒരുപാട് പേർ വന്നാൽ നമുക്ക് എല്ലാവരെയും ശുശ്രൂഷിക്കാൻ സാഹചര്യം കിട്ടാത്തതുകൊണ്ട് ഒരു 30 പേരെ മാത്രമാണ് ഞങ്ങളതിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങളതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ മാത്രം നിങ്ങളതിനു വേണ്ടി ബന്ധപ്പെടുക. ഈ നമ്പറിൽ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സംവിധാനമുള്ളത്. ഇത് പ്രയർ ലൈൻ നമ്പറായിട്ടല്ല ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് നൽകുന്നത്. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് എറണാകുളത്തും കോട്ടയത്തും ഒപ്പം കൂത്താട്ടുകുളത്തും ആരാധനയുണ്ട്. കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്കിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ബിൽഡിങ്ങിലും, എറണാകുളത്ത് വൈകുന്നേരം 4 മണിക്ക് ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിലും, ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ പ്രധാനമന്ത്രി ജൻ ഔഷധിയൊക്കെയുള്ള സ്ഥാപനത്തിൻ്റെ 7ാം നിലയിലുമാണ് നമ്മുടെ കൂട്ടായ്മകൾ നടക്കുന്നത്. ഈ ദൂതുകൾ കണ്ട് സന്തോഷിക്കുന്ന ദൈവമക്കളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ ഇന്നത്തെ ദൂതിൽ കർത്താവ് നിങ്ങളോട് സംസാരിച്ച വാക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇന്നു മുതൽ ഞാൻ ചില കാര്യങ്ങളിൽ നിശബ്ദനായിരിക്കുമെന്നൊരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഇത് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നത് മറ്റൊരാളിലേക്ക് ഈ വീഡിയോ കൂടുതലായി ചെല്ലാൻ അത് കാരണമായി തീരും. നിങ്ങൾ ഷെയർ ചെയ്യണം. നമ്മളെപ്പോലെ മറ്റൊരാൾ പല പ്രശ്നങ്ങളിലേക്ക് ചാടി പുറപ്പെടാൻ നോക്കിയിരിക്കുമ്പോഴായിരിക്കാം ഈ ദൂത് അവരിലേക്ക് ചെന്ന് അവരെ സമാധാനത്തിലാക്കി തീർക്കുന്നത്. സോ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദൂതിൽ കർത്താവ് നമ്മളോട് പറഞ്ഞ വാക്കുകൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.